വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപകടാവസ്ഥയിലുള്ള പൊതുകിണർ ശുചീകരിച്ച് സുരക്ഷിതമാക്കാനെത്തിയ ദേശമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും സംഘത്തിനും നേരെ മർദ്ദനം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് പള്ളം ചുട്ടപ്പറമ്പിലാണ് സംഭവം നടന്നത്. കിണർ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ആരോപിച്ചാണ് പ്രദേശവാസി ഇവരെ ആക്രമിച്ചത്. സംഭവത്തിൽ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 49 വയസ്സുള്ള KM സലീം, ശുചീകരണത്തിനെത്തിയ തൊഴിലാളികളായ 36 വയസ്സുള്ള പുളിക്കൽ വീട്ടിൽ മൻസൂർ, 46 വയസ്സുള്ള കടുവാത്തൊടി മുസ്തഫ എന്നിവരാണ് പരിക്കുകളോടെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. അപകട ഭീഷണിയിലായ പൊതുകിണർ വൃത്തിയാക്കി സുരക്ഷിതമാക്കുന്നതിനായി വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം പള്ളം ചുട്ടപ്പറമ്പിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഇത് സ്വകാര്യ സ്വത്താണെന്ന് അവകാശപ്പെട്ട് പ്രദേശവാസി തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് കയ്യേറ്റം ചെയ്യുകയുമായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവത്തിൽ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ ദേശമംഗലം പഞ്ചായത്തിൻ്റെ 9ാം വാർഡിൽ പള്ളം പ്രദേശത്ത് ചുട്ടാർമ്പ് എന്ന പ്രദേശത്ത് ഒരു പൊതുവായ പൊതുകിണർ പഞ്ചായത്തിൻ്റെ കിണറുണ്ട്. ആ കിണർ പണിയാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറിനായിട്ട് ഞാനത് പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അതിൽ ഒരു 4 മോട്ടറോളം ഉണ്ട്. ആ മോട്ടർ എടുക്കാൻ വേണ്ടി അയൽവക്കക്കാർ വിളിച്ചേർത്ത് ആ മോട്ടർ എടുപ്പിക്കുന്ന സമയത്ത് 5-6 പേര് വന്ന് ഒരു തറവാട്ടിലെ ഒരു 5-6 പേര് വന്നിട്ട് എന്നെ ആക്രമിക്കുകയും എന്നെ ബലമായി ഇതാക്കുകയും ചെയ്തു. അത് കാരണം തണ്ടലിന് വേദനയും നെഞ്ഞുവേദനയുമായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ അടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. You are watching VCV News.